മഴ കുട മഴ വന്നാൽ പോപ്പിക്കുട. അതുണ്ടോ മക്കളെ, എന്നാ മഴയാണെന്നറിയാമെന്ന. രാവിലെ ഒരു 10:30-11 വരെ ചെറിയ തോർച്ചയുണ്ടായി. പിന്നെ പെയ്യണം മഴ. ഇതുപോലുള്ള മഴയാട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, നിൽക്കാനിരിക്കുമ്പോൾ അതും മഴ എന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര മഴയും കാറ്റും ഉണ്ടോ. മരങ്ങളൊന്നും നിൽക്കണില്ല. ഇതൊക്കെ തെങ്ങുമടല് ഓല ഇതൊക്കെ പറന്നാ പോണത്. പറത്തി കൊണ്ടുപോവാ. കാക്കയ്ക്കൊന്നും മരത്തിൻ്റെ ചില്ലകളിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കാക്കയൊക്കെ പറന്നു പോയി. ദൂരെ കാറ്റത്ത് തെറിച്ച് പോക്കാണായിരുന്നു. എന്താ പൊന്നെ, എന്ത് മഴയാ. ഇങ്ങനെ മഴ പെയ്താൽ എന്ത് ചെയ്യും? തുണി അലക്കിയിട്ട് ഒക്കെ ഉണങ്ങിയെടുക്കാനുള്ള പാടൊക്കെ ഓരോരുത്തർക്ക് കഷ്ടമാണല്ലേ. എന്താ ചെയ്യാ. മഴ വന്നപ്പോൾ ഇങ്ങനെ, വെയിലായിരുന്നപ്പോൾ എന്തായിരുന്നു ഓരോരുത്തരുടെ ഡയലോഗ് അല്ലേ. എൻ്റെ പൊന്ന് സണ്ണേട്ടാ ഇത്തിരി ബ്രൈറ്റ്നസ് കുറച്ച് തരാമോ എന്നും ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഇരുന്ന് കെഞ്ചി സണ്ണേട്ടനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. ഇനിയിപ്പോൾ എന്താണാവോ, സണ്ണേട്ടനെ വിളിച്ച് ഇനി അടുത്ത ശല്യം സണ്ണേട്ടാ ഇത്തിരി ബ്രൈറ്റ്നസ് കൂട്ടിത്തരാമോ എന്ന് ചോദിക്കുമായിരിക്കും. സണ്ണേട്ടൻ കാലെ പിടിച്ച് നിലത്തടിക്കും, വേറൊന്നും ചെയ്യില്ല. ഒരു പ്രാവശ്യം പറയണം, നിങ്ങൾ അടുത്ത പ്രാവശ്യം മാറ്റി പറയുന്നത് കൊണ്ട് മനസ്സിലായോ. അപ്പം ഇനി സണ്ണേട്ടൻ വരുമ്പോൾ സണ്ണേട്ടൻ അതിൻ്റെ പാട്ടിന് വന്നിട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ സണ്ണേട്ടൻ വരുമ്പോൾ ഈ തുണിയൊക്കെ അലക്കി നിങ്ങളങ്ങ് ഉണങ്ങിയെടുത്താൽ മതി, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. വിളിച്ചു വരുത്തിയതല്ലേ, അനുഭവിച്ചോ എല്ലാവരും കൂടി ഇരുന്ന്. മനസ്സിലായോ? അല്ല പിന്നെ.